ഇത് ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഈജിപ്തും ഖത്തറും അമേരിക്കയും ചേർന്ന് ഇസ്രായേലിലെ പ്രതിനിധികളും മറ്റും ചേർന്ന് തയ്യാറാക്കിയത് വെടിനിർത്തൽ കരാറല്ല എന്നും വെടിനിർത്തലിന് മുൻപുള്ള ഒരു താൽക്കാലിക കരാറാണ് എന്നും. പക്ഷേ ഈ കരാറിൽ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി തന്നെ തോന്നുമെങ്കിലും അതത്ര പെട്ടെന്ന് ഈ രണ്ടു കൂട്ടർക്കും പാലിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിലൊന്ന്, ഈ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് IDF അതായത് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങില്ല, പകരം അവരുടെ എണ്ണം ഇപ്പോൾ ഉള്ള സേനയുടെ എണ്ണം കുറയ്ക്കുക. രണ്ട്, റഫ അതിർത്തിയിൽ ക്രോസിങ്ങിനായിട്ട് ഈ പാലസ്തീൻ അതോറിറ്റിക്ക് അത് കൈമാറും. ക്രോസിങ്ങിന് പോകുന്നവരെയും മറ്റും പാലസ്തീൻ അതോറിറ്റിയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇസ്രായേലിന് നേരിട്ടല്ലാത്ത മേൽനോട്ടമുണ്ടാകും, അതായത് നിരീക്ഷണമുണ്ടാകും എന്നുള്ള അർത്ഥം. അതായത് ഇസ്രായേൽ അവിടെ നിന്നും മാറുന്നില്ല, പകരം അവർ നേരിട്ടിടപെട്ടില്ല എങ്കിൽ പോലും അവർക്ക് അവിടെ വലിയ രീതിയിൽ തന്നെ ഇടപെടാൻ കഴിയും. ഒപ്പം തന്നെ ഈ ഇസ്രായേൽ ബന്ദികളെ വിടുന്നതിന് ആനുപാതികമായി തന്നെ പലസ്തീൻ്റെ ബന്ദികളെ വിടണം എന്നുള്ളതാണ് അടുത്ത ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതിൽ ഹമാസ് പറയുന്നത് തങ്ങളുടെ 100 പേരെയാണ് ഇസ്രായേൽ ബന്ദികളാക്കിയിരിക്കുന്നത്. ആ 100 പേരെ വിടണമെന്നാണ്. ഇസ്രായേലും ഈ എണ്ണം തന്നെയാണ് പറയുന്നത്. 100 പേരെയാണ് ഇപ്പോൾ ഇവർ തടവിലാക്കിയിരിക്കുന്നത്. ആ 100 പേരെ വിട്ടുകിട്ടണമെന്നാണ്. അതിൽ ഒരാളെ വിടുമ്പോൾ പകരം ഇങ്ങോട്ടേക്കും ഒരാളെ വിടുക, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരിക. ഗസയിൽ നിന്നടക്കം സേനയെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ഭാഗികമായി പിൻവലിച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് എങ്കിൽ പോലും ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഇരുവിഭാഗവും ഹമാസും ഇസ്രായേലും ഒരുപോലെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇത് ഒരു കരാറല്ല, പകരം ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വെടിനിർത്തൽ കരാർ രംഗത്ത് വരുന്നത്. അതിനുശേഷം ഇതിൽ പുരോഗതിയുടെ അനുസരിച്ച് 2ാം ഘട്ടത്തിൽ മാത്രമേ യഥാർത്ഥത്തിലൊരു കരാർ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ മധ്യസ്ഥം വഹിച്ച രാജ്യങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.